തുമ്പോളിക്കടപ്പുറം വലിയ ജനസാഗരമായി മാറി. കരയിൽ 10,000-കണക്കിന് ആൾക്കാർ, കടലിൽ 500-ൽ പരം വള്ളങ്ങളും കെട്ടിയിട്ടിരിക്കുന്നു. ഇത് ദൈവം നിശ്ചയിച്ച നിയോഗമാണ്. അക്കാലത്ത് സുവിശേഷ ദശകം നടക്കുകയാണ്. 1990-2000 കാലഘട്ടം. ഈ കടൽ കൺവെൻഷൻ നടക്കുന്നത് 1991 ഡിസംബർ 21-നാണ്. തീരദേശ വിശുദ്ധീകരണത്തിനായി കർത്താവ് നിശ്ചയിച്ചതാണ് ഈ ധ്യാനം എന്ന ചിന്തയോടെ അടുത്ത കൊല്ലവും ഇതേ ദിവസത്തിൽ ധ്യാനം കൂടാം എന്ന് പറഞ്ഞു. 91 നവംബർ 27 ആണ് ആദ്യത്തെ ഔട്ട് റീച്ച് ധ്യാനം അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് നടത്തിയത്. അന്നേരം പള്ളിയിൽ നിറയെ ആളുകളായിരുന്നു. ജോൺ പോൾ മാർപ്പാപ്പയാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവർ ആഴപ്പെടാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം തേടണം എന്നും പറഞ്ഞുകൊണ്ട് മരിയൻ വർഷം ആരംഭിക്കുന്നത്. തകർച്ച എന്ന് പറയുന്നത് ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടെന്ന വാഗ്ദാനമാണ്. പരിശുദ്ധ മറിയം ഗൈഡ് ചെയ്തതിൻ്റെ ഫലമായി 10 കൊല്ലം കടക്കരയിൽ ധ്യാനം നടത്തി. സുവിശേഷ ദശകത്തിൻ്റെ ഫലമായാണ് സഭ ഇന്നു കാണുന്ന ഐശ്വര്യം പ്രാപിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ്. സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ദൈവം അച്ഛനെ 3 തവണ തോൽപ്പിച്ചുകൊണ്ടാണ് സുവിശേഷം പഠിപ്പിച്ചത്. 3 തവണ തോറ്റത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. എന്നാലും അത് സുവിശേഷം നന്നായി പഠിക്കാനുള്ള അവസരമായി ദൈവം വാർത്തെടുത്തു. അന്നേരം ചിറമേൽ എന്ന അച്ഛൻ ജോസഫ് അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ ഡീക്കനാണ്. ഡോ ജോസഫേ, നീ എൻ്റെ ഇടവയിൽ വന്ന് ധ്യാനിപ്പിക്കേ. നീ ഇപ്പോൾ നന്നായി സുവിശേഷം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം അന്ന് ഇരിക്കുന്നത് മറ്റം ഇടവകയിലാണ്. അങ്ങനെ കണ്ടാണശ്ശേരി, മറ്റം, വാഗ എന്നീ 3 ഇടവകയിൽ ധ്യാനിപ്പിക്കേണ്ടി വന്നു. അവിടുത്തെ അച്ഛൻ ആൻ്റണി പല്ലിശ്ശേരിയാണ്. അദ്ദേഹം വിചാരിച്ചിരുന്നത് ജോസഫ് അച്ഛൻ വലിയ ധ്യാനഗുരു ആണെന്നാണ്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, അങ്ങനെ സുവിശേഷം പഠിച്ചതാണ്, അത് അങ്ങനെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. ജോസഫ് അച്ഛൻ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെയും പിന്നെയും പഠിക്കാൻ വേണ്ടി എന്നെ തോൽപ്പിച്ചു കൊണ്ടിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. കടൽ കൺവെൻഷൻ നടത്തുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യിപ്പിച്ചതാണ്. കടലിൽ പോയി വള്ളങ്ങൾ വെഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ, ചില വള്ളങ്ങൾ വെഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നും അതിലെ ആൾക്കാർ കുമ്പസാരിക്കേണ്ട അവസ്ഥയിലാണെന്ന്. അവരെ കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ വള്ളത്തിൽ വെച്ച് കുമ്പസാരിപ്പിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. സാധാരണ വീടുകളിൽ പോയി കുമ്പസാരിപ്പിക്കാറുണ്ട്. അക്കാലങ്ങളിലെല്ലാം കുമ്പസാരം അതിശക്തമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയായിരുന്നു. അതിനെല്ലാം ദൈവം വലിയ വില കൽപ്പിച്ചു എന്ന് വേണം കരുതാൻ. 2000 ആയപ്പോൾ സുവിശേഷ ദശകം അവസാനിക്കുകയാണ്. പിന്നെയാണ് കലവൂരിൽ വന്ന് ശുശ്രൂഷ ചെറിയ രീതിയിൽ തുടങ്ങി. കൃപാസന ധ്യാന കേന്ദ്രം തുടങ്ങുവാനുണ്ടായ കാരണം, പുന്നപ്പുറം മുതൽ കൊച്ചി വരെ 2 ജില്ലകളുടെ നവംബർ മുതൽ ഡിസംബർ അവസാനം വരെ ഓരോ കരയിലും ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവിടെ ഒരു മിനി കൺവെൻഷൻ നടത്തും. ഇങ്ങനെ 2 മാസമായി കൺവെൻഷൻ നടത്തിയതിൻ്റെ ഫലമായി ഞാൻ ദൈവത്തോട് ചോദിച്ചത് അതും ഒരു ചെറിയ ധാരണയുടെ ഫലമായാണ്. കാരണം ഇടവകയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ശുശ്രൂഷ ചെയ്യുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാവും. ഇടവക കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അന്നേരം ചിലർ പറഞ്ഞു, അച്ഛനെ എവിടെയെങ്കിലും പോയി ആശ്രമം കെട്ടി താമസിക്കാൻ പാടില്ലേ എന്ന് പലരും ചോദിക്കാൻ തുടങ്ങി. ഇടവകയിലായിരിക്കുമ്പോൾ ഇടവക കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കാരുടെ ടോൺ തന്നെ മാറി. അവർ അച്ഛന് ഒരു ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ നേരം പ്രാർത്ഥന ശുശ്രൂഷ ചെല്ലാമല്ലോ എന്നതിൻ്റെ ഫലത്തിൽ അവർ പറഞ്ഞത് ശരിവെച്ചു. ആൾക്കാർ വരുമ്പോൾ കാണാൻ സൗകര്യത്തിന് ഒരു ഓഫീസ് മുറി, ഒരു 3 സെൻറ്റ് സ്ഥലം മതിയാവും. അതിനുവേണ്ടി അച്ഛനും സഹപ്രവർത്തകരും കൂടി ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തങ്കച്ചൻ, പീറ്റർ എന്നീ അൽമായരുമായി തുമ്പോളി മുതൽ അർത്തുങ്കൽ വരെ കാൽനടയായി ജപമാല ചൊല്ലി പള്ളിയിലെത്തും. ഒരു സ്ഥലം പ്രാർത്ഥനയ്ക്ക് കിട്ടണം എന്ന ആഗ്രഹം കൂടി തുടങ്ങി.
അങ്ങനെ ചെത്തിയിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അത് ഒരു പള്ളിയുടെ സ്ഥലമായിരുന്നു. തങ്കച്ചൻ എന്ന വ്യക്തി നല്ല ധൈര്യമുള്ള ആളാണ്. ആ അച്ഛനോട് ഈ സ്ഥലം തരികയാണെങ്കിൽ പകരം സ്ഥലം പള്ളിക്ക് വേറെ തരാം, അല്ലെങ്കിൽ പണത്തിന് തരാമോ എന്നായി. ബിഷപ്പിൻ്റെ തീരുമാനം കിട്ടണം. പക്ഷെ പിതാവ് അത്ഭുതപ്പെട്ടു പോയി. ഒരു ഇടവകയിൽ ഇരിക്കുന്ന അച്ഛൻ സ്വന്തമായി സ്ഥലം ചോദിക്കുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാവാതെ യേസ് എന്നോ നോ എന്നോ പറഞ്ഞില്ല. ജോസഫ് അച്ഛനും കൂട്ടുകാരും ഇപ്പോൾ സ്ഥലം കിട്ടും എന്ന് കരുതി ജപമാല പ്രാർത്ഥന നടത്തുകയാണ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ സ്ഥലം കിട്ടില്ല എന്ന്. തീരദേശത്തെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പും 100ഓളം മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടില്ലെന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ദൈവം അവിടെ ഒരു നീണ്ട ഇടവേള തന്നു എന്ന് പറയാം. സ്ഥലം കിട്ടില്ലെന്നറിഞ്ഞതോടെ പ്രാർത്ഥന നിർത്തി. 1 മാസം കഴിഞ്ഞപ്പോൾ കലൂരിൽ നിന്നും അച്ഛനിരിക്കുന്ന പള്ളിയിലേക്ക് ഒരു വയസ്സൻ കടന്നു വന്നു. ബ്രദർ ഫ്രാൻസിസ്. കുഞ്ഞുനാളിൽ വീട്ടിൽ നിന്നും പോന്നതാണ് കർത്താവിൻ്റെ ജോലി ചെയ്യാൻ. അദ്ദേഹം ഒറ്റയ്ക്ക് 3 പള്ളി സ്ഥാപിച്ച ആളാണ്. കരിസ്മാറ്റിസം വരും മുൻപേ ഇങ്ങനെയാണ് സഭയെ ദൈവം നയിച്ചത്. അദ്ദേഹം ഒരു അൽമായനാണ്. അദ്ദേഹമാണ് തുമ്പോളി കപ്പുച്ചിൻ ആശ്രമം പണിതത്. പിന്നീട് നമ്മുടെ കൃപാസനം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളാണ്. അദ്ദേഹം പിതാവിൻ്റെ അനുവാദം വാങ്ങി വെച്ചിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെന്നറിഞ്ഞു. അച്ഛന് ഞാൻ ഒരു 17 സെൻറ്റ് സ്ഥലം തരാം, നാഷണൽ ഹൈവേയോട് ചേർന്ന്. ബാക്കി 14 സെൻറ്റ് സ്ഥലം അച്ഛൻ വിലയ്ക്ക് വാങ്ങണം. 3 സെൻറ്റ് സ്ഥലം വാങ്ങാൻ പോലും കയ്യിൽ കാശില്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹം 14 സെൻറ്റ് സ്ഥലം വാങ്ങാൻ പറയുന്നത്. അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദർ ഫ്രാൻസിസേ, അതിന് എത്ര രൂപ വേണ്ടിവരും? ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞു, അച്ഛൻ തന്നെ ഒരു വില പറയുക. ഈ സംഭവം നടക്കുന്നത് 97 കാലഘട്ടത്തിലാണ്. അച്ഛൻ പറഞ്ഞു, 14 സെൻറ്റ് സ്ഥലത്തിന് 1,40,40,000 രൂപ. അത് അന്നത്തെ വിലയാണ്. അങ്ങനെ 17 സെൻറ്റ് സ്ഥലത്തിൻ്റെ കൂടെ 14 സെൻറ്റ് സ്ഥലം 1,40,40,000 രൂപയ്ക്ക് 1997 തന്നെ രജിസ്റ്റർ ചെയ്തു. പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന കണക്കുകൂട്ടൽ മനസ്സിലുണ്ടായിരുന്നു. ഇത് മാതാവ് കൊണ്ടുവന്നത് പ്രത്യേക രീതിയിലാണ്. ദൈവത്തോട് നമ്മൾ ഹർബറി ആകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവത്തിന് പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ കർത്താവ് തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും തരത്തില്ല. തരാത്തതിൻ്റെ കാരണം കർത്താവിന് അതിനേക്കാൾ വേറെ ശ്രേഷ്ഠമായ ലക്ഷ്യമുണ്ടായിരിക്കും. പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ എല്ലാം അലച്ചിലായി തോന്നുമെങ്കിലും ഉത്തരം വരുമ്പോൾ എല്ലാം ഒന്നിനൊന്ന് പിറകെയായി പെർഫെക്റ്റായിട്ട് വരും. അതൊരു പെർഫെക്റ്റ് ഉത്തരമായിരിക്കും. ദൈവത്തിൻ്റെ 1.5 പരീക്ഷണമായിരുന്നു ജോസഫ് അച്ഛന് നേരിടേണ്ടി വന്നത്. തോൽവികളിലൂടെ ജയം എത്തിപ്പിടിക്കാൻ ഉള്ള പരിശ്രമം. ദൈവത്തിൻ്റെ വഴികൾ വേറെയാണ്. ആ ട്രാക്കിലേക്ക് വരുന്നവർ രക്ഷപ്രാപിക്കും. ജോസഫ് അച്ഛന് സംഭവിച്ചതും അതായിരുന്നു. കുറ്റം പറയാതെ, മുഷിപ്പിക്കാതെ ദൈവത്തെ മാത്രം ശരണം പ്രാപിച്ച അച്ഛനായിരുന്നു ജോസഫ് വലിയ വീട്ടിൽ അച്ഛൻ. അച്ഛന് പിന്നീട് സംഭവിച്ചത് എന്തായിരുന്നു? അത് നാളെ.